So now, good morning. We കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിൻ മെട്രിക്സ് എന്നതിന്റെ അല്ലെങ്കിൽ സ്ട്രെയിൻ മെട്രിക്സ് ഉള്ള സ്ട്രെയിനിന്റെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് റിലേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ആൻഡ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെയിൻ എന്നൊരു സാധനവും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എപ്സിലോൺ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. യു എന്ന് പറയുന്നത് എന്താണ്? എക്സിൽ ഉണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റില് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ സ്ട്രെസ് ഉണ്ടാവുന്നു. അത് കാരണം അവിടെ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവും. ആ ലെങ്ത് എക്സിൽ പോകുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് യു എന്ന് പറയുന്നത്. വൈയിലുള്ളത് വി, സെഡിലുള്ളത് ഡബ്ല്യു. ഓക്കെ, അപ്പൊ എപ്സിലോൺ എക്സ് എക്സ് വൈ വൈ സെഡ് സെഡ് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഷിയർ കോമ്പോണന്റ്സ് എപ്സിലോൺ ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ്, ഗാമ സെഡ് എക്സ് എന്താണ് എന്നുള്ളത് നമ്മള് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാം സ്ട്രെസ് മെട്രിക്സിന്റെ അല്ലെങ്കിൽ സ്ട്രെസ് പഠിച്ച അവിടെയുള്ള മെട്രിക്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ, ഇതെല്ലാം സ്ട്രെയിനും ബാധകമാണ്. ഓക്കെ, ബാധകമാണ് എന്ന് മാത്രമല്ല രണ്ടും വളരെ സിമിലർ ആണ്. ഓൺലി ഈ ടേംസ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ടേംസ് മാത്രമേ മാറുന്നു. മാത്രമല്ല നമ്മള് ക്വസ്റ്റ്യൻ വരുമ്പോ സ്ട്രെസ്സിന്റെ ഓരോ പോയിന്റ് എക്സ് എക്സ് സിഗ്മ എക്സ് എക്സ് സിഗ്മ വൈ വൈ സിഗ്മ സെഡ് സെഡ് എന്ന് പറയുമ്പോൾ ആ പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് തരികയാണ് ചെയ്യുന്നത് അല്ലെ. ആ മെട്രിക്സ് തരിക അല്ലെങ്കിൽ സിഗ്മ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. യു വി ഡബ്ല്യുവിന്റെ വാല്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ ഇത്രയും വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മുടെ അടുത്ത പ്രോബ്ലംസിലേക്ക് ആ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ബാക്കി എല്ലാ മെത്തേഡ്സും സ്ട്രെസ് ചെയ്ത അതേ മെത്തേഡാണ്. ഇതിന്റെ വാല്യൂസ് ഇക്വേഷൻ അടക്കം സെയിം ആണ്. ബട്ട് സിഗ്മ എക്സ് എക്സിന് പകരം എപ്സിലോൺ എക്സ് എക്സ് എഴുതാം, ഗാമ എക്സ് വൈക്ക് പകരം ടോ എക്സ് വൈക്ക് പകരം ഗാമ എക്സ് വൈ എഴുതാം. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അത് നമുക്ക് നോക്കി നോക്കാം. സോ സ്ട്രെസ്സിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 9 കമ്പോണൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രെയിൻ ഒരു പോയിന്റില് ഉണ്ടാകുന്ന സ്ട്രെയിൻ ഡിപെൻഡ് ചെയ്യുന്നത് 9 കമ്പോണൻസ് ആണ്. ഓക്കെ, എപ്സിലോൺ എക്സ് എക്സ്, എപ്സിലോൺ എക്സ് വൈ, എപ്സിലോൺ എക്സ് സെഡ്. സ്ട്രെസ്സിൽ നമ്മൾ സിഗ്മ എക്സ് എക്സ് കഴിഞ്ഞിട്ട് ടോ എക്സ് വൈ എന്നുള്ള വേറൊരു നൊട്ടേഷൻ ആണ്. ഇവിടെ എപ്സിലോൺ എക്സ് വൈ എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് ഗാമ എക്സ് വൈ ആണ്. ഇതാണ് ശരിക്കും ഷിയർ സ്ട്രെസ് ഇൻ എക്സ് വൈ പ്ലെയിൻ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എപ്സിലോൺ എക്സ് വൈ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഗാമ എക്സ് വൈ, എപ്സിലോൺ വൈ സെഡ് എന്ന് പറയുന്നത് ഹാഫ്, എപ്സിലോൺ സെഡ് എക്സും ഹാഫ് ഓഫ് ഈ വാല്യൂസ് ആണ്. ഓക്കെ, ഇത് മാത്രമാണ് ഒരു പ്രകടമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിനും തമ്മിലുള്ളത്. ഓക്കെ, സോ ഈ മെട്രിക്സിലെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എപ്സിലോൺ എക്സ് വൈ അതായത് 1/2 ഓഫ് ഗാമ എക്സ് വൈ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഗാമ എക്സ് വൈ ആവും. അപ്പൊ അതിനെ എപ്സിലോൺ എക്സ് വൈ ആക്കണമെങ്കിൽ ബൈ 2 ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അതാണ് നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇവിടെ സ്ട്രെസ് ഉണ്ടായ പോലെ തന്നെ ക്രോസ് ഷിയർ പ്രോപ്പർട്ടി ഇസ് വർക്കിംഗ്. Epsilon xy is equal to epsilon yz. Epsilon yz is equal to epsilon zy. Epsilon zx is equal to epsilon xz. Okay. Now, അടുത്ത ഇക്വേഷനും സ്ട്രെസ്സിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സിന്റെ സിഗ്മ എൻ എന്ന് പറയുന്ന നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അതേ ഇക്വേഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ് കോൺസെപ്റ്റ്? എ എന്നുള്ള ഒരു പോയിന്റിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവുന്നു. ഏത് ഡയറക്ഷനില്? എ ബി എന്നുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാവുന്ന ആ സ്ട്രെയിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. എപ്സിലോൺ എക്സ് എക്സ് എ സ്ക്വയർ എൻ എക്സ് പ്ലസ് എപ്സിലോൺ വൈ വൈ എ സ്ക്വയർ എൻ വൈ പ്ലസ് എപ്സിലോൺ സെഡ് സെഡ് എ സ്ക്വയർ എൻ സെഡ് പ്ലസ് ഗാമ എക്സ് സെഡ് എൻ എക്സ് എൻ വൈ ഗാമ എക്സ് സെഡ് എൻ എക്സ് എൻ സെഡ് പ്ലസ് ഗാമ വൈ സെഡ് എൻ വൈ എൻ സെഡ്. ഓക്കെ, ഇതേ ഇക്വേഷൻ സിഗ്മ എന്നിന് സിഗ്മ എൻ കണ്ടുപിടിക്കുമ്പോൾ സിഗ്മ എക്സ് എക്സ്, സിഗ്മ എക്സ് വൈ, സിഗ്മ വൈ സെഡ്, പിന്നെ അതിന്റെ ടോ എക്സ് വൈ എക്സ് സെഡ് വൈ സെഡ് എന്നുള്ള ഈ ടേംസ് കൊണ്ട് ഇതേ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അവിടെ സിഗ്മ എക്സ് എക്സിന് പകരം
ഗാമ എക്സ് വൈക്ക് പകരം അവിടെ ടോ എക്സ് വൈ ആയിരുന്നു, ഗാമ എക്സ് സെഡിന് പകരം അവിടെ ടോ എക്സ് സെഡ് ആയിരുന്നു. സോ അതിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് അതിന്റെ സ്ട്രെയിന്റെ ഇക്വേഷൻ ആയിട്ട് മാറ്റാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇതെങ്ങനെ വന്നു നോട്ട് ഇമ്പോർട്ടന്റ് ഇൻ യുവർ സിലബസ്. സോ ഈ ഇക്വേഷൻ മനസ്സിലാക്കണം. ഓക്കെ, സോ നമ്മൾ സ്ട്രെയിൻ അറ്റ് എ പോയിന്റ് പറഞ്ഞു, അതേപോലെ ക്രോസ് ഷിയർ പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. അത് പോരാത്തതിന് ഒരു ഡയറക്ഷനിലുള്ള സ്ട്രെയിനെ എങ്ങനെ കണ്ടുപിടിക്കാത്ത ഇക്വേഷൻ ആണ്. ഇനി അടുത്ത സ്ട്രെസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഈ 3 പ്രോപ്പർട്ടി കഴിഞ്ഞപ്പോൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു? പ്രിൻസിപ്പൽ സ്ട്രെയിൻ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലെയിൻ അല്ലെങ്കിൽ a number of planes, there lies a plane or number of planes in which the strain happened is maximum or minimum, or maximum and minimum. Okay, maximum value അല്ലെങ്കിൽ മിനിമം വാല്യൂ സ്ട്രെയിൻ ഉണ്ടാകുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെയിൻ, പ്രിൻസിപ്പൽ പ്ലെയിൻ ഓഫ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെയിനെ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാനുള്ള മെട്രിക്സ് ആണ് ഇത്, എപ്സിലോൺ എക്സ് എക്സ് മൈനസ് എപ്സിലോൺ. ഇത് നമ്മൾ എന്താ നേരത്തെ കണ്ടുപിടിച്ച അതേ മെട്രിക്സ് ആണ് സ്ട്രെസ്സിൽ. അവിടെ സിഗ്മയ്ക്ക് പകരം ഇവിടെ എപ്സിലോൺ ആയി, ടോയ്ക്ക് പകരം വീണ്ടും ഇവിടെ എപ്സിലോൺ തന്നെ. വേറെ എപ്സിലോൺ എക്സ് വൈ വന്നാൽ 1/2 ഗാമ എക്സ് വൈ, 1/2 വൈ സെഡ്, 1/2 സെഡ് എക്സ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ മെട്രിക്സ്. ഇനി നമ്മുടെ ഇക്വേഷൻ അതും സെയിം ആണ്. അവിടെ സിഗ്മയ്ക്ക് പകരം എന്തായി? എപ്സിലോൺ ആയി, എപ്സിലോൺ ക്യൂബ് മൈനസ് J1 എപ്സിലോൺ സ്ക്വയർ പ്ലസ് J2 എപ്സിലോൺ മൈനസ് J3 ഈക്വൽ ടു 0. ഇവിടെ എന്താ? എപ്സിലോണിന് പകരം അവിടെ സിഗ്മ ആയിരുന്നു, J1 പകരം അവിടെ I1, J2 പകരം I2, J3 പകരം I3. ഇതിൽ J1, J2, J3 വാല്യൂസ് എന്താണ്? സിമിലർ ആണ്. J1 എന്ന് പറഞ്ഞാൽ എപ്സിലോൺ എക്സ് എക്സ് പ്ലസ് എപ്സിലോൺ വൈ വൈ എപ്സിലോൺ സെഡ് സെഡ് അല്ലെ. അവിടെ I1 എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് എക്സ് പ്ലസ് സിഗ്മ വൈ വൈ പ്ലസ് സിഗ്മ സെഡ് സെഡ്. അതിന് പകരം ഇവിടെ ഒക്കെ എപ്സിലോൺ ആയി. അതേപോലെ തന്നെ J2 ഇക്വേഷനും അതേപോലെ തന്നെ J3 ഇക്വേഷനും യാതൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങള് സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെങ്കിൽ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിലെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും കൂടി ആയിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സ്ട്രെസ്സിന്റെയും സ്ട്രെയിന്റെയും പ്രോബ്ലം വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നോക്കാം. ഓക്കെ, now we are going to do a problem regarding the strain, principal strains. Okay, so the question is the displacement field for a body is given by, അതായത് ഒരു ഒബ്ജക്റ്റിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും, അതിന്റെ മൊത്തം ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. U is equal to x square plus y of I plus 3 plus z, ഇത് z ആണ്, ഇത് 3 ആണ്, 3 plus z of j plus x square plus 2 minus y of k. Determine principal strains at 3, 2, minus 1. Okay, so തന്നിട്ടുള്ള ഡാറ്റ എന്താണ്? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് മൊത്തം തന്നിട്ടുണ്ട്. ഈ I, J, K എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി I എന്ന് പറയുന്നത് എക്സിൽ ഉണ്ടാവുന്ന അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, J എന്ന് പറയുന്നത് Y ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്, K എന്ന് പറയുന്നത് Z ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. സോ തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് U, V, W ആണ്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് y. ഓക്കെ, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്ലസ് z. ഓക്കെ, W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് y. ഓക്കെ, ഇങ്ങനെ 3 ഡാറ്റാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് അറ്റ് 3, 2, minus 1. അപ്പൊ പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് അതായത് മാക്സിമം സ്ട്രെയിൻ എവിടെ? 3, 2 when x equal to 3, y equal to 2, z is equal to minus 1 എന്നുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന
പ്രിൻസിപ്പൽ സ്ട്രെയിൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. സോ യു വി ഡബ്ല്യു അല്ല, അപ്പൊ നമ്മൾ ആദ്യം പ്രിൻസിപ്പൽ സ്ട്രെയിൻ മെട്രിക്സ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ടേംസ് എല്ലാം നമുക്ക് കിട്ടണം അല്ലെ. സോ അതെങ്ങനെ കിട്ടുക? ഈ ഇക്വേഷൻസ് വെച്ച് എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എക്സിനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x അല്ല. ഇനി എപ്സിലോൺ y y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ v ബൈ ഡോ y എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? ഡോ v. vനെ z ന്റെ y ന്റെ ടേം ഉണ്ടോ? ഇല്ല, 0. ഓക്കെ, നൗ എപ്സിലോൺ z എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? x square plus 2 minus 5. ഇവിടെ എന്തില്ല? z ഇല്ല. This is dw by dou w by dou z just 0. അപ്പൊ എന്തായി? നമുക്ക് എപ്സിലോൺ x x എപ്സിലോൺ y y എപ്സിലോൺ z z കിട്ടും. ഇനി നമുക്ക് ടോ ഗാമ xy എന്താണ് നോക്കാം. ഗാമ xy ഈക്വൽ ടു എത്ര? ഡോ v by ഡോ x. ഡോ v with respect to x എത്ര? ഇതിൽ x ഉണ്ടോ? ഇല്ല. ഇതിനെ x മായി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ that becomes 0 plus dou u by dou y. dou u by dou y. ഇവിടെ ഒരു y ഉണ്ട്. അപ്പോൾ എന്താ വരിക? +1 equal to 1. ഓക്കേ, ഇനി അല്ലേ, കറക്റ്റ് അല്ലേ? y നെ ഡിഫറൻഷിയേറ്റ് dou y by dou y is 1. ഓക്കേ, ഇനി ഗാമ xy കണ്ടു. ഈ ഗാമ y z എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ടേം ഡോ w ബൈ ഡോ y. w നെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? -1. അല്ലെ, ഇവിടെ y ന്റെ ടേം മാത്രമേ ഉള്ളൂ, അത് മൈനസ് ആണ്. ഓക്കെ, ഡോ w ബൈ ഡോ y പ്ലസ് ഡോ v ബൈ ഡോ z. ഡോ v ബൈ ഡോ z. ഇതിനെ z ലെ എത്ര ടേം? ഒറ്റ ടേം. അപ്പൊ +1 ഈക്വൽ ടു 0. ഇനി ഗാമ zx. ഗാമ zx എന്ന് പറഞ്ഞാൽ ഡോ w ബൈ ഡോ x. ഡോ w ബൈ ഡോ x എന്ന് പറഞ്ഞാൽ ഇതിൽ x ഉണ്ട്. എത്ര? 2x ആണ്. 2x. പിന്നെ ഡോ u ബൈ ഡോ z. ഡോ u ബൈ ഡോ z എത്ര? 0. അല്ലെ, ഇവിടെ z ന്റെ ടേം ഇല്ല. അപ്പൊ ഈക്വൽ ടു 2x അല്ലെ. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് വേണ്ട വാല്യൂ എന്ന് പറയുന്നത് എപ്സിലോൺ എക്സ് എക്സും എപ്സിലോൺ വൈ വൈയും എപ്സിലോൺ എക്സ് വൈയും ഗാമ വൈ സെറ്റും ഗാമ സെഡ് എക്സും അല്ലേ. എന്നാലേ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് 1/2 see epsilon xy equal to 1/2 gamma xy ആണ് അല്ലേ. എനിക്ക് വേണ്ടത് എപ്സിലോൺ xy ആണ്. അപ്പോ ഗാമ എപ്സിലോൺ xy is equal to 1/2. ഓക്കെ, ഇത് കിട്ടി. ഓക്കെ, ഇനി ഗാമ y z എന്ന് പറഞ്ഞാലോ അതിനെ എപ്സിലോൺ വൈ സെഡിലേക്ക് എഴുതാം. അപ്പൊ എപ്സിലോൺ വൈ സെഡ് ഈക്വൽ ടു എത്ര വരും? 0 റൈറ്റ്. ഇനി എപ്സിലോൺ സെഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ സെഡ് എക്സ് ഇസ് ഹാഫ് ഓഫ് അല്ലെങ്കിൽ എപ്സിലോൺ ഹാഫ് ഓഫ് ഗാമ സെഡ് എക്സ് അല്ലെ. അപ്പൊ ഇതിന്റെ ഹാഫ് എത്ര വരും? x. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ്, അതായത് ഈ 3 ടേം കിട്ടി, ഈ 3 ടേമും നമുക്ക് കിട്ടി. അപ്പൊ എനിക്ക് മെട്രിക്സ് ഫോം ചെയ്തൂടെ? എന്താണ് സ്ട്രെയിന്റെ മെട്രിക്സ് വരിക? എപ്സിലോൺ എക്സ് എക്സ് എന്ന് പറയുന്നത് 2x, പിന്നെ എപ്സിലോൺ വൈ വൈ ഇസ് 0,
Epsilon zz is also 0. Okay. ഇനി epsilon xy is ഇവിടെ 1/2. അപ്പോ ഇവിടെ 1/2. yx ഉം 1/2. yz is 0. yz ഏതാണ്? yz zy. Okay. ഇനി zx എന്ന് പറയുന്നത് ഇവിടെ x ഇവിടെ x. Okay. ഇതാണ് നിങ്ങളുടെ സ്ട്രെയിൻ മെട്രിക്സ്. ഇത്രയായിട്ടുള്ളൂ സ്ട്രെയിൻ മെട്രിക്സ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സ്ട്രെയിൻ മെട്രിക്സ് കിട്ടി. ഓക്കെ, അടുത്ത എന്താ ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ, നമുക്കിവിടെ കിട്ടിയ മെട്രിക്സ് ആണ് ഇത്. നേരത്തെ ചെയ്ത കിട്ടിയ സ്ട്രെയിൻ മെട്രിക്സ് ആണ് ഇത്. ഓക്കെ, ഇനി ഇത് ഈ ഒരു മെട്രിക്സിനെ at point എവിടെയാണ്? at 3 2 minus 1. at 3 2 minus 1 1ൽ ഉണ്ടാവുന്ന സ്ട്രെയിൻ മെട്രിക്സ് എന്തായിരിക്കും? x is equal to 3 കൊടുക്കാം. x ന്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. y ഉം z ഉം ഈ ഒരു ഇതിലേക്ക്. അപ്പൊ എന്താ? x ന് മാത്രം 3 കൊടുക്കുക, ബാക്കിയൊന്നുമില്ല. അപ്പൊ 2 into 3 is 6. 1/2. x is 3. 1/2 3 0 0 0 0. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സ് കിട്ടി. അതായത് എപ്സിലോൺ xx എന്ന് പറയുന്നത് 6 ആയി, എപ്സിലോൺ yy എന്ന് പറയുന്നത് 0, എപ്സിലോൺ yz is 0, എപ്സിലോൺ xy is 1/2, എപ്സിലോൺ xz is 3, എപ്സിലോൺ yz is 0. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നേരെ ഈ ഇക്വേഷൻ, അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കോമൺ ഇക്വേഷൻ എപ്സിലോൺ ക്യൂബ് മൈനസ് j1 epsilon square plus j2 epsilon minus j3 equal to 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get 3 answers for epsilon. Okay, so again ആ ക്യൂബിക് ഇക്വേഷൻ ആണ്. അതിന് j1 j2 j3 യുടെ വാല്യൂസ് എന്താണ്? epsilon xx എന്ന് പറയുന്നത് എത്ര? epsilon xx 6, epsilon yy എത്ര? 0, epsilon zz is 0. മൊത്തം എത്ര കിട്ടും ആൻസർ? 0. Sorry, 6. Answer is 6. 3 plus ചെയ്ത് കഴിഞ്ഞാൽ you will get 6. Similarly, if you do this, you will get minus 9.25 and j3 will get as 0. Okay, so you will get these values. Now, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ്, you will get the answer. ഇത് കാൽക്കുലേറ്ററിൽ j1 j2 j3 യുടെ വാല്യൂസ് എടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് 7.27. Epsilon 1 is equal to 7.27. Okay, epsilon 2 is equal to minus 1.27. Okay, and epsilon 3 is equal to approximately 0 എന്ന് പറഞ്ഞാണ് കിട്ടുന്നത്. Okay, so strain ആണ്, there's no unit, so we'll get the answer. So നമ്മുടെ നോർമൽ പ്രൊസീജിയർ എല്ലാം സ്ട്രെസ്സിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിച്ച അതേ മെത്തേഡ് ആണ്, ബട്ട് ഇക്വേഷൻസ് മാറും. അതേപോലെ ഇനീഷ്യലി നമ്മൾ ഇതിലെ UVW കണ്ടുപിടിച്ച് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യാൻ. ഓക്കെ, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ. ഓക്കെ, താങ്ക് യു.